ഹായ് എവരിവൺ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമുക്ക് അടുത്ത ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ് നോക്കാം, ടി സ്ക്വയർ. സോ ടി സ്ക്വയർ എന്ന് പറഞ്ഞ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാനായിട്ടാണ്. അതായത് ഹൊറിസോണ്ടൽ ലൈൻസ് മാത്രം വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് ടി സ്ക്വയർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ പേരിലുള്ളത് പോലെ തന്നെ ഒരു ടി ഷേപ്പിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണിത്. സോ ടി സ്ക്വയർ ഈസ് യൂസ്ഡ് ബൈ ഡ്രാഫ്റ്റ്സ്മെൻ പ്രൈമർലി ആസ് എ ഗൈഡ് ഫോർ ഡ്രോയിങ് ഹൊറിസോണ്ടൽ ലൈൻസ്. ഹൊറിസോണ്ടൽ ലൈൻസ് മാത്രം വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത് ടി സ്ക്വയർ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ പാരലൽ ഹൊറിസോണ്ടൽ ലൈൻ. ഇപ്പോൾ ഒരു ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പാരലായിട്ട് ഹൊറിസോണ്ടൽ ലൈൻസ് ടി സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റും. And it may also guide a set square to draw vertical, inclined or perpendicular lines. നമ്മൾ ടി സ്ക്വയറിനൊപ്പം തന്നെ ഒരു സെറ്റ് സ്ക്വയറും കൂടെ യൂസ് ചെയ്തുകൊണ്ടാണെങ്കിൽ നമുക്ക് എന്താണ് വെർട്ടിക്കലും ഇൻക്ലൈൻഡും പെർപെൻഡിക്കുലർ ലൈൻസ് ഒക്കെ വരയ്ക്കാം. സോ ഒരു സെറ്റ് സ്ക്വയറിനെ ഗൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ടി സ്ക്വയർ യൂസ് ചെയ്യാം. പക്ഷേ ടി സ്ക്വയറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ടി സ്ക്വയർ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വെൽ സീസൺഡ് ഹാർഡ് വുഡ്. എന്തുകൊണ്ടാണ് ടി സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുന്നത്? ടി സ്ക്വയറിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് വെൽ സീസൺഡ് ആയിട്ടുള്ള ഹാർഡ് വുഡാണ്. ഹാർഡ് വുഡാണ് ടി സ്ക്വയറിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് ടീക്ക്, മഹാഗണി, സീഷം ഇതുപോലുള്ള ട്രീസിൻ്റെ വുഡാണ് നമ്മൾ ടി സ്ക്വയർ മാനുഫാക്ചർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതാണ് ഒരു ടി സ്ക്വയർ. പറഞ്ഞല്ലോ ഒരു ടി ഷേപ്പാണ് അതിനുള്ളത്. ദെൻ എന്താണ്, രണ്ട് പാർട്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്, സ്റ്റോക്ക് ആൻഡ് ബ്ലേഡ്. സോ സ്റ്റോക്കിന് പറയുന്ന മറ്റൊരു പേരാണ് ഹെഡ്. ദെൻ സ്റ്റോക്കും ബ്ലേഡും തമ്മിൽ എങ്ങനെ ആയിരിക്കും, 90 ഡിഗ്രിയിലായിരിക്കും അല്ലെങ്കിൽ റൈറ്റ് ആംഗിളിലായിരിക്കും അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ടി സ്ക്വയറിൻ്റെ മെയിൻ രണ്ട് പാർട്സ് എന്ന് പറയുന്നത് ഏതാണ്, അതിൻ്റെ ഹെഡ് ഓർ സ്റ്റോക്ക് ആൻഡ് ദ ബ്ലേഡ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്, the vertical part called stalk or head and the horizontal part called blade. ഈ വെർട്ടിക്കൽ പാർട്ട് ഇതിന് പറയുന്ന പേരാണ് ഹെഡ് ഓർ സ്റ്റോക്ക്. അതുപോലെ ഈ ഹൊറിസോണ്ടൽ പാർട്ടാണ് എന്ത്, ബ്ലേഡ് എന്ന് പറയുന്നത്. ദെൻ അതിൽ രണ്ട് സ്ട്രിപ്പായിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്. ഒരു ലോങ് സ്ട്രിപ്പും ഉണ്ട്, ഷോർട്ട് സ്ട്രിപ്പും ഉണ്ട്. ലോങ് സ്ട്രിപ്പാണ് എന്ത്, ബ്ലേഡ്. ബ്ലേഡിനാണ് സ്റ്റോക്കിനെക്കാട്ടിൽ ലെങ്ത് കൂടുതൽ. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്, വെർട്ടിക്കൽ പാർട്ട് കോൾഡ് സ്റ്റോക്ക് ഓർ ഹെഡ് ആൻഡ് ദി ഹൊറിസോണ്ടൽ പാർട്ട് കോൾഡ് ബ്ലേഡ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ പാർട്ട് അല്ലെങ്കിൽ ഹെഡ് ഓർ സ്റ്റോക്ക് ആണ് അതിലെ ഷോർട്ട് സ്ട്രിപ്പ്. അതുപോലെ തന്നെ ലോങ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഏതാണ്, ബ്ലേഡും ആണ്. ദെൻ വൺ ഓഫ് ദി എഡ്ജസ് ഓഫ് ദ ബ്ലേഡ് ഈസ് ദ വർക്കിംഗ് എഡ്ജ്. ഈ ബ്ലേഡിൻ്റെ ഒരെഡ്ജ്, ഈ ഒരെഡ്ജാണ് എന്ത്, നമ്മൾ വർക്കിംഗ് എഡ്ജായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ വൺ ഓഫ് ദി എഡ്ജസ് ഓഫ് ദി ബ്ലേഡ് ഈസ് ദ വർക്കിംഗ് എഡ്ജ്. ആൻഡ് എ സ്റ്റാൻഡേർഡ് ടി സ്ക്വയർ is designated as follows with the dimensions shown in mm as per IS 1360/1989. അതൊരു IS നമ്പറാണ്. എന്തിൻ്റെയാണ്, ടി സ്ക്വയറിൻ്റെ ഡെസിഗ്നേഷൻ, അതിൻ്റെ സൈസ് ഡെസിഗ്നേറ്റ് ചെയ്യുന്ന IS നമ്പറാണ് 1360/1989. അതനുസരിച്ച് നമുക്ക് ടി സ്ക്വയറിനെ 4 ടൈപ്സ് ആണുള്ളത്. T0, T1, T2 ആൻഡ് T3 എന്ന് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ് T0, T1, T2 ആൻഡ് T3 എന്നിങ്ങനെ 4 ടൈപ്പ് ടി സ്ക്വയർ. അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്ലേഡ് ലെങ്തിൻ്റെ സൈസ് അനുസരിച്ചാണ്. ബ്ലേഡ് ലെങ്ത് മില്ലിമീറ്ററിലുള്ള ബ്ലേഡ് ലെങ്തിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചാണ് ടി സ്ക്വയറിനെ നമ്മൾ 4 ടൈപ്പായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. T0 എന്ന് പറയുന്നതിൻ്റെ സൈസ് എന്ന് പറയുന്നത്, ബ്ലേഡ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 1500 മില്ലിമീറ്റർ ആണ്. അതുപോലെ തന്നെ T1ൻ്റേത് 1000 മില്ലിമീറ്റർ ആണ്. ദെൻ T2, T3 700 മില്ലിമീറ്റർ ആൻഡ് 500 മില്ലിമീറ്റർ റെസ്പെക്റ്റീവ്ലി. സോ എന്താണ്, ടി സ്ക്വയറിൻ്റെ സൈസ് ഡെസിഗ്നേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് അതിനെ പറയുന്നത്, അതിൻ്റെ ബ്ലേഡ് ലെങ്ത്, ബ്ലേഡിൻ്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ ബേസിലാണ് ടി സ്ക്വയറിൻ്റെ തന്നെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. സോ അതിൽ തന്നെ T0, T1, T2 ആൻഡ് T3 എന്നിങ്ങനെ 4 സൈസുകളുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1500, 1700 ആൻഡ് 500. നമ്മൾ ഡ്രോയിങ് ബോർഡിൻ്റെ സൈസ് പറഞ്ഞിരുന്നു. ഡ്രോയിങ് ബോർഡ് ഇതാണ് B0 ഡ്രോയിങ് ബോർഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 1500/1000. അതുപോലെ തന്നെ B1 വന്നപ്പോൾ 1000/700 ആയിരുന്നു. നെക്സ്റ്റ് 700/500 ആയിരുന്നു. അതുപോലെ തന്നെ 500/300 ആണ്. സോ ഡ്രോയിങ് ബോർഡിൻ്റെ ലെങ്ത് ആണ് എന്ത്, ഈ ടി സ്ക്വയറിൻ്റെ ബ്ലേഡ് ലെങ്ത് ആയിട്ട് വന്നിരിക്കുന്നത്. എന്താണ്, ഡ്രോയിങ് ബോർഡിൻ്റെ സൈസിൽ നമ്മൾ പറഞ്ഞിരുന്ന ലെങ്ത് തന്നെയാണ് ഇവിടെ എന്തിൻ്റെ, ടി സ്ക്വയറിൻ്റെ ബ്ലേഡ് ലെങ്ത് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. then ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്, വർക്കിംഗ് എഡ്ജ് ആയിട്ട് മേഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ബ്ലേഡ് ഈസ് സ്ക്രൂഡ്
to this head such that working edge is at a right angle to the head. ബ്ലേഡും ഹെഡും തമ്മിൽ എങ്ങനെയാണ് റൈറ്റ് ആംഗിളിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സോ അത് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വർക്കിംഗ് എഡ്ജ് എന്തിന് ഹെഡിന് റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ 90 ഡിഗ്രിക്ക് ആയിരിക്കണം. എന്താണ് വർക്കിംഗ് എഡ്ജും ഹെഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. സോ ആ ഒരു ബേസിലാണ് നമ്മൾ എന്ത് ഹെഡും ബ്ലേഡും തമ്മിൽ അല്ലെങ്കിൽ സ്റ്റോക്കും ബ്ലേഡും തമ്മിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിൻ്റെ 4 സൈസുകൾ അറിഞ്ഞിരിക്കുക. ദെൻ ദ ടി സ്ക്വയർ ഈസ് യൂസ്ഡ് വിത്ത് ഇറ്റ്സ് ഹെഡ് എഗൻസ്റ്റ് ദി എബണി എഡ്ജ് ഓഫ് ദ ഡ്രോയിങ് ബോർഡ്. ഡ്രോയിങ് ബോർഡിനും ഇതുപോലെ ഒരു വർക്കിംഗ് എഡ്ജ് അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് എഡ്ജ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ പറയുന്ന പേരായിരുന്നു എബണി എഡ്ജ് എന്ന് പറയുന്നത്. സോ ആ എബണി എഡ്ജിലാണ് എന്ത് വരുന്നത്? ഈ ടി സ്ക്വയറിൻ്റെ ഹെഡ് അതിന് എഗൻസ്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ലൈൻസ് ഒക്കെ വരയ്ക്കുന്നത്. സോ ടി സ്ക്വയർ ഈസ് യൂസ്ഡ് വിത്ത് ഇറ്റ്സ് ഹെഡ് എഗൻസ്റ്റ് ദ എബണി എഡ്ജ് ഓഫ് ദി ഡ്രോയിങ് ബോർഡ്. ഡ്രോയിങ് ബോർഡിൻ്റെ എബണി എഡ്ജിന് എഗൻസ്റ്റ് ആയിട്ട് ഹെഡ് ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ടായിരിക്കും നമ്മളെന്ത് ടി സ്ക്വയർ വെച്ച് ലൈൻസ് വരയ്ക്കുന്നത്. അതായത് ഇതൊരു ഡ്രോയിങ് ബോർഡാണെങ്കിൽ ഡ്രോയിങ് ബോർഡിൻ്റെ ഇതിപ്പോൾ വർക്കിംഗ് എഡ്ജ് ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ടി സ്ക്വയർ അതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ഇത് ടി സ്ക്വയർ. സോ ഡ്രോയിങ് ബോർഡിൻ്റെ എബണി എഡ്ജിന് അഗൻസ്റ്റ് ആയിട്ട് ടി സ്ക്വയറിൻ്റെ എന്ത് വരും? ഹെഡ് വരും. സോ ഇതാണ് അതിലെ ടി സ്ക്വയർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ടി സ്ക്വയർ ഇതാണ് നമ്മുടെ ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത്. സോ ഡ്രോയിങ് ബോർഡിൻ്റെ വർക്കിംഗ് എഡ്ജിന് അഗൻസ്റ്റ് ആയിട്ട് ആ ടി സ്ക്വയർ ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ലൈൻസ് വരയ്ക്കുന്നത്. സോ ടി സ്ക്വയർ എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാനായിട്ടാണ്. The T-square should never be used as a hammer or as a gate for trimming papers. നമ്മൾ ഡ്രോയിങ് ബോർഡിൽ ഡ്രോയിങ് ഷീറ്റൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് പിൻസൊക്കെ യൂസ് ചെയ്യും. സോ ആ പിന്ന് അടിച്ചുറപ്പിക്കാനായിട്ടുള്ള ഹാമറായിട്ടോ അതുപോലെ തന്നെ ഡ്രോയിങ് ഷീറ്റിനെ കട്ട് ചെയ്യാനായിട്ടോ ഒന്നും ടി സ്ക്വയർ ഉപയോഗിക്കാൻ പാടില്ല. ടി സ്ക്വയറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. സോ മറ്റ് യൂസുകൾക്കൊന്നും ടി സ്ക്വയർ ഉപയോഗിക്കാൻ പാടില്ല. നെക്സ്റ്റ് ഒരു ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് സെറ്റ് സ്ക്വയർ. നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഫിഗേഴ്സ് വരയ്ക്കാനായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും. 2 ടൈപ്പ് സെറ്റ് സ്ക്വയേഴ്സ് ആണുള്ളത്. 60 ഡിഗ്രി 30 ഡിഗ്രി ആംഗിൾ വരുന്ന സെറ്റ് സ്ക്വയർ ഉണ്ട്. അതുപോലെ തന്നെ 45 ഡിഗ്രി ആംഗിൾ വരുന്ന സെറ്റ് സ്ക്വയർ ഉണ്ട്. സെറ്റ് സ്ക്വയറിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ ഈ ഒരു സെറ്റ് സ്ക്വയറിൻ്റെ കേസ് എടുത്താൽ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇത് 30, ഇത് 60. ഈ രീതിയിൽ വരുന്നതാണ് എന്ത്? 60, 30, 90 ഡിഗ്രി സെറ്റ് സ്ക്വയർ ഉണ്ട്. ദെൻ രണ്ടാമത്തെ 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് രണ്ടും എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. സോ ഈ രീതിയിൽ 2 ടൈപ്പ് സെറ്റ് സ്ക്വയർ ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. They are triangular in shape with one corner a right angle triangle. സെറ്റ് സ്ക്വയറിൻ്റെ ഷേപ്പ് എന്താണ്? ട്രയാങ്കുലർ ഷേപ്പ് ആണ്. അതിൽ തന്നെ ഒരു കോർണർ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ദേ ആർ സിംപ്ലി കോൾഡ് ആസ് ട്രയാങ്കിൾസ്. സെറ്റ് സ്ക്വയറിനെ നമുക്ക് സിംപ്ലി ട്രയാങ്കിൾ എന്നും പറയാം. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വുഡ്, ടിൻ, സെല്ലുലോയിഡ് ഓർ പ്ലാസ്റ്റിക്. നമ്മൾ സെറ്റ് സ്ക്വയർ മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വുഡ്, ടിന്ന്, സെല്ലുലോയിഡ് ഓർ പ്ലാസ്റ്റിക് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. ആൻഡ് സെറ്റ് സ്ക്വയേഴ്സ് ആർ യൂസ്ഡ് ടു ഡ്രോ ഓൾ സ്ട്രെയിറ്റ് ലൈൻസ് എക്സെപ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻസ്. ഹൊറിസോണ്ടൽ ലൈൻസ് അല്ലാത്ത മറ്റെല്ലാ ലൈനുകളും വരയ്ക്കാനായിട്ട് നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം. സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് മാത്രം വരയ്ക്കത്തില്ല. ദേ ആർ യൂസ്ഡ് ടു ഡ്രോ ഓൾ സ്ട്രെയിറ്റ് ലൈൻസ് എക്സെപ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻ. Then T-square and set square combination can be used for drawing vertical lines. Vertical lines വരയ്ക്കാനായിട്ട് നമുക്ക് ഒരു ടി സ്ക്വയറും സെറ്റ് സ്ക്വയറും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 2 സെറ്റ് സ്ക്വയർ സൈമൾട്ടേനിയസ്ലി along with a ടി സ്ക്വയർ. ഒരു ടി സ്ക്വയറും 2 സെറ്റ് സ്ക്വയേഴ്സും കൂടെ യൂസ് ചെയ്ത് കൊണ്ട് നമുക്ക് എന്താണ് 15 ഡിഗ്രി 75 ഡിഗ്രി 105 ഡിഗ്രി എന്നിങ്ങനെയുള്ള ആംഗിളുകളിലുള്ള ലൈൻസ് വരയ്ക്കാൻ പറ്റും. നമ്മുടെ സെറ്റ് സ്ക്വയറിലെ നോർമൽ ആംഗിൾസ് എത്രയാണ്? 30 ഡിഗ്രി 60 ഡിഗ്രി 45 ഡിഗ്രി അതിലുണ്ട്. സോ അത് കൂടാതെ 15ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന മറ്റ് ആംഗിളുകളെല്ലാം നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഒരു ടി സ്ക്വയറിൻ്റെ കൂടെ 2 സെറ്റ് സ്ക്വയർ, ഒരു കോമ്പിനേഷൻ ഓഫ് 2 സെറ്റ് സ്ക്വയേഴ്സ് ആൻഡ് ടി സ്ക്വയർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രോയിങ് ലൈൻസ് വിത്ത് ആംഗിൾസ് 15 ഡിഗ്രി 75 ഡിഗ്രി 105 ഡിഗ്രി എക്സെട്ര. സോ നമുക്കൊരു ടി സ്ക്വയർ ഉപയോഗിച്ച് എന്താണ് ഒരു ടി സ്ക്വയറും സെറ്റ് സ്ക്വയറും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ് 15 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന എല്ലാ ആംഗിൾസും ഡ്രോ ചെയ്യാൻ പറ്റും.
ഞാൻ പറഞ്ഞു നമ്മൾ 60 ഡിഗ്രി 30 ഡിഗ്രിയുടെ സെറ്റ് സ്ക്വയർ ഉണ്ട്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 250 mm ആണ്. അതുപോലെ തന്നെ ഒരു 45 ഡിഗ്രി സെറ്റ് സ്ക്വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 200 mm ആണ്. ദെൻ സംടൈംസ് സെറ്റ് സ്ക്വയേഴ്സ് ഹാവ് ഫ്രഞ്ച് കർവ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഡ്രോ സ്മൂത്ത് കർവ്സ്. ഈ സെറ്റ് സ്ക്വയറിൽ തന്നെ ഫ്രഞ്ച് കർവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ ഇതാണ് ഈ ഫ്രഞ്ച് കർവ്സ് എന്ന് പറയുന്നത്. സ്മൂത്തായിട്ടുള്ള കർവുകൾ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഫ്രഞ്ച് കർവ് എന്ന് പറയുന്നത്. സോ ഇതിനിപ്പം സെറ്റ് സ്ക്വയറിൽ തന്നെ ഫ്രഞ്ച് കർവ് ഉണ്ട്. നമുക്കത് സെപ്പറേറ്റ് ഇൻസ്ട്രുമെൻ്റ് ഇല്ലാതെ ഇതുപയോഗിച്ച് തന്നെ നമുക്ക് എന്ത് വരയ്ക്കാം, സ്മൂത്തായിട്ടുള്ള കർവ്സ് വരയ്ക്കാൻ പറ്റും. ദെൻ so set squares have some set squares have French curves which can be used to draw smooth curves. Then circles can be divided into 6, 12 and 24 parts by using set square and t square. ഒരു സെറ്റ് സ്ക്വയറും ടി സ്ക്വയറും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സർക്കിൾസിനെ 6, 12 and 24 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ് 15 ഡിഗ്രീസിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ആംഗിളുകൾ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. സോ 360 നമ്മൾ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, 15 ആണ് കിട്ടുന്നത്. സോ ഇതുപോലെ 6ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വന്ന 16, 24, 12, 24 ഇത്രയും പാർട്ടുകളായിട്ട് നമുക്ക് സർക്കിളിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് ഒരു സെറ്റ് സ്ക്വയറും ടി സ്ക്വയറും തമ്മിലുള്ള കോമ്പിനേഷൻ യൂസ് ചെയ്തുകൊണ്ട് പറ്റും. ദെൻ സെറ്റ് സ്ക്വയർ ഷുഡ് നെവർ ബി യൂസ്ഡ് ആസ് എ ഗൈഡ് ഫോർ ട്രിമ്മിങ് പേർപ്പസ്. നമ്മൾ ടി സ്ക്വയറിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ പേപ്പർ കട്ട് ചെയ്യാനായിട്ട് അത് ട്രിം ചെയ്യാനായിട്ടൊന്നും സെറ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. സോ സെറ്റ് സ്ക്വയേഴ്സിൻ്റെ കേസിൽ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട എന്താണ്, സെറ്റ് സ്ക്വയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഡ്രോ ഓൾ സ്ട്രെയിറ്റ് ലൈൻസ് എക്സെപ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻസ്. ഹൊറിസോണ്ടൽ ലൈൻസ് അല്ലാതെ ഏത് സ്ട്രെയിറ്റ് ലൈൻസും നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തുകൊണ്ട് വരയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് ഈസ് പ്രൊട്രാക്ടർ. എന്തിനാണ് പ്രൊട്രാക്ടർ യൂസ് ചെയ്യുന്നത്? നമ്മൾ ആംഗിൾ മെഷർമെൻറ്റിനും ആംഗിൾസ് മാർക്ക് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് പ്രൊട്രാക്ടർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാർക്ക് ഓർ മെഷർ ആംഗിൾസ് ബിറ്റ്വീൻ 0 and 180 ഡിഗ്രി. 0 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയിലുള്ള ആംഗിൾസും മെഷർ ചെയ്യാനും അതുപോലെ തന്നെ സെറ്റിംഗ് ഓഫ് ആംഗിൾസ് വിച്ച് കനോട്ട് ബി ഒബ്റ്റൈൻഡ് വിത്ത് സെറ്റ് സ്ക്വയർ. നമ്മൾ പറഞ്ഞു സെറ്റ് സ്ക്വയർ വെച്ച് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ആംഗിൾ സെറ്റ് സ്ക്വയറിൻ്റെയും ടി സ്ക്വയറിൻ്റെയും കോമ്പിനേഷൻ യൂസ് ചെയ്താൽ പോലും നമുക്ക് 15ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ആംഗിൾസ് മാത്രമേ മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, 0 മുതൽ 180 ഡിഗ്രി വരെയുള്ള ആംഗിൾസ് നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ദെൻ കോമൺ ടൈപ്പ് ഓഫ് പ്രൊട്രാക്ടർ ഈസ് എ സെമി സർക്കുലർ ഓഫ് 100 mm ഡയമീറ്റർ. 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 100 millimeter ഡയമീറ്റർ ഉള്ള ബേസ് ഡയമീറ്റർ ആണ് പറയുന്നത്. 100 millimeter ബേസ് ഡയമീറ്റർ ഉള്ള ഒരു സെമി സർക്കുലർ ഷേപ്പിലാണ് എന്തുള്ളത്, പ്രൊട്രാക്ടർ ഉള്ളത്. സോ അതിൽ ആംഗിൾസ് എത്ര വരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, 0 മുതൽ 180 വരെയുള്ള ഗ്രാജുവേഷൻസ് അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് സർക്കംഫറൻഷ്യൽ എഡ്ജ് ഈസ് ഗ്രാജുവേറ്റഡ് ടു 1 ഡിവിഷൻസ് ആൻഡ് ഈസ് നമ്പേർഡ് അറ്റ് എവരി 10 ഡിഗ്രി ഇൻ്റർവൽ. ഇതിൻ്റെ ഈ സർക്കംഫറൻഷ്യൽ എഡ്ജിൽ എന്താണ്, ഓരോ ഡിഗ്രി വെച്ച് 0 മുതൽ 180 വരെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. സോ ഇതിലെ ഓരോ ഡിവിഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 1 ഡിഗ്രിയാണ്. സോ ഒരു പ്രൊട്രാക്ടറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എത്രതാണ്, 1 ഡിഗ്രിയാണ്. ദെൻ ഓരോ 10 ഡിഗ്രി ഇൻ്റർവെല്ലിലും അത് പ്രൊട്രാക്ടർ സ്കെയിലിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ദ ഡയമീറ്റർ ഓഫ് ദ സെമി സർക്കിൾ ഈസ് കോൾഡ് ദ ബേസ് ഓഫ് ദ പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടറിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് പ്രൊട്രാക്ടറിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. സോ ജനറലി യൂസ് ചെയ്യുന്ന പ്രൊട്രാക്ടറുകളുടെ ബേസ് ഡയമീറ്റർ എത്രയാണ്, 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 100 mm. Then the angles can be set or measured from both sides. നമ്മൾ ഈ ഫിഗറിൽ തന്നെ കണ്ടാൽ അറിയാം എന്താണ്, 2 സൈഡിൽ നിന്ന് നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാം. സോ ഇത് നമുക്ക് മെഷർ ചെയ്യേണ്ട പോയിന്റിൽ ഈ സെൻട്രൽ ലൈൻ അല്ലെങ്കിൽ റെഫറൻസ് ലൈന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ നിന്നും മാർക്ക് ചെയ്യാം, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡ് 2 സൈഡിൽ നിന്നും എന്താണ് ആംഗിൾസ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിവൈഡിങ് സർക്കിൾസ് ഇൻ ടു എനി നമ്പർ ഓഫ് പാർട്സ്. എന്താണ്, എനി നമ്പർ ഓഫ് ഈക്വൽ പാർട്സിൽ സർക്കിൾസിനെ ഡിവൈഡ് ചെയ്യാനും നമുക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്യാം. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിവൈഡിങ് എ സർക്കിൾ ഇൻ ടു എനി നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് ഓർ ഡ്രോയിങ് സെക്ടേഴ്സ്. സെക്ടറുകളൊക്കെ വരയ്ക്കാനായിട്ട് നമുക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് കോമ്പസ്. സോ എന്തിനാണ് കോമ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സർക്കിൾസ് വരയ്ക്കാനായിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് കോമ്പസ് എന്ന് പറയുന്നത്. സോ കോമ്പസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാവുന്ന ഡയമീറ്റർ എത്രയാണ്, അതിൻ്റെ ബേസിൽ നമ്മൾ കോമ്പസുകളെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സ്മോൾ ബോ കോമ്പസ്.
സ്മോൾ സർക്കിൾസ് അപ് ടു 50 mm ഡയമീറ്റർ, 50 mm ഡയമീറ്റർ വരെയുള്ള സ്മോൾ സർക്കിൾസ് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കോമ്പസിനെയാണ് സ്മോൾ ബോ കോമ്പസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താണ് 50 mm വരെ ഡയമീറ്റർ അല്ലെങ്കിൽ 25 mm റേഡിയസ് ഉള്ള സ്മോൾ സർക്കിൾസ് വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പസ് ആണ് സ്മോൾ ബോ കോമ്പസ്. നെക്സ്റ്റ് ഈസ് ലാർജ് സൈസ് കോമ്പസ്. സോ ലാർജ് സൈസ് കോമ്പസ് എന്തിനായിരിക്കും? അതിലും കൂടിയ ഡയമെൻഷൻസ്, ഈ 50 mm മുകളിലുള്ള വലിയ ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് വരയ്ക്കണമെങ്കിൽ ലാർജ് സൈസ് കോമ്പസ് യൂസ് ചെയ്യാം. സോ ലാർജ് സൈസ് കോമ്പസ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ലാർജ് സർക്കിൾസ് ബോത്ത് ഇൻ പെൻസിൽ ആൻഡ് ഇൻ. അതിൻ്റെ എഡ്ജിൽ നമുക്ക് പെൻസിലും കണക്ട് ചെയ്യാം, നീഡിൽ പോയിന്റിൽ നമുക്ക് പെൻസിലും കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ പെന്നും കണക്ട് ചെയ്യാം. സോ ലാർജ് സൈസ് കോമ്പസ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ലാർജ് സർക്കിൾസ് ബോത്ത് ഇൻ പെൻസിൽ ആൻഡ് ഇൻ ഇങ്ക്. എ നീ ജോയിന്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ലാർജ്, ഇവിടെ ഒരു നീ ജോയിന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എ നീ ജോയിന്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ലാർജ് ബോ കോമ്പസ് ഫോർ അഡ്ജസ്റ്റിംഗ് ദ ലെങ്ത്. അതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു നീ ജോയിന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ സർക്കിൾസ് അപ് ടു 120 mm ഡയമീറ്റർ, 120 mm വരെ ഡയമീറ്റർ ഉള്ള സർക്കിൾസ് വരയ്ക്കാനായിട്ട് ലെഗ്സ് ഓഫ് ദി കോമ്പസ് കെപ്റ്റ് സ്ട്രെയിറ്റ്. ഈ ലെഗ്സ് എന്ത് ആയിരിക്കും? സ്ട്രെയിറ്റ് ആയിട്ട്. ഈ ഫിഗറിൽ എന്താണ് കുറച്ച് ബെൻഡ് ചെയ്താണ് വെച്ചേക്കുന്നത്. അതല്ലാതെ ലെഗ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചാൽ നമുക്ക് 120 mm വരെ ഡയമീറ്റർ ഉള്ള സർക്കിൾസ് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ലാർജ് സർക്കിൾസ് അപ് ടു 400 mm ഡയമീറ്റർ, 400 mm ഡയമീറ്റർ വരെയുള്ള സർക്കിൾസ് വരയ്ക്കാനായിട്ട് ലെഗ്സ് ഷുഡ് ബി ബെൻഡ് അറ്റ് ദി നീ ജോയിന്റ്. ഈ നീ ജോയിന്റിൽ ലെഗ് ബെൻഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ 400 mm വരെ ഡയമീറ്റർ ഉള്ള സർക്കിൾസ് ലാർജ് ബോ കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റും. സോ അങ്ങനെ ലാർജ് സർക്കിൾസ് വരയ്ക്കേണ്ട കേസിൽ പെൻസിലിൻ്റെ ലെഗും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ നീഡിൽ പോയിന്റിൻ്റെ ലെഗ്, ആ പോയിന്റിൻ്റെ ലെഗും എങ്ങനെ ആയിരിക്കണം? പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. So when drawing large circles, it should be held in such a way that the needle point leg and the pencil point leg should be bent so as to make perpendicular to the paper. ഈ നീഡിൽ പോയിന്റ് ലെഗും അതുപോലെ തന്നെ പെൻസിലിൻ്റെ ലെഗും ബെൻഡ് ചെയ്ത് പേപ്പർ നമ്മുടെ ഡ്രോയിങ് ഷീറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചുകൊണ്ട് വേണം ലാർജ് സർക്കിൾസ് ഡ്രോ ചെയ്യാൻ. സോ എങ്ങനെയാണ് 120 mm വരെ ഡയമീറ്റർ ഉള്ള സർക്കിൾസ് വരയ്ക്കാനായിട്ട് നമുക്ക് ലെഗ്സ് ബെൻഡ് ചെയ്ത് വെച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വരയ്ക്കാമായിരുന്നു. അതുപോലെ തന്നെ 400 mm വരെ ഉള്ള ഡയമീറ്റേഴ്സ് വരയ്ക്കണമെങ്കിൽ ലെഗ് നീ ജോയിന്റിൽ രണ്ടും ബെൻഡ് ചെയ്ത് പേപ്പറിന് പെർപെൻഡിക്കുലർ ആക്കി വെച്ചുകൊണ്ട് വേണം വരയ്ക്കാൻ. നെക്സ്റ്റ് ലെങ്തനിങ് ബാർ. നമ്മൾ ഈ കോമ്പസുമായിട്ട് കോമ്പസിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ ലെങ്തനിങ് ബാർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രോ സർക്കിൾസ് ഓഫ് ഡയമീറ്റർ മോർ ദാൻ 300 mm. സോ ഇവിടെ ഒരു ലെങ്തനിങ് ബാർ അറ്റാച്ച് ചെയ്തുകൊണ്ട് ലാർജ് കോമ്പസിൽ തന്നെ ഒരു ലെങ്തനിങ് ബാർ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് 300 mm മുകളിൽ ഡയമീറ്റേഴ്സ് ഉള്ള സർക്കിൾസ് വരയ്ക്കാൻ പറ്റും. സോ ലെങ്തനിങ് ബാർ ഈസ് യൂസ്ഡ് ടു ഡ്രോ സർക്കിൾസ് മോർ ദാൻ 300 mm ഡയമീറ്റർ. നെക്സ്റ്റ് ഈസ് ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ്. ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ്. സോ ഇതിൽ ഇവിടെ ഒരു അഡ്ജസ്റ്റബിൾ സ്പ്രിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ചെറിയ സർക്കിൾസ് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കോമ്പസ് ആണ് ഈ ബോ കോമ്പസ്, ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ പാർട്സ് നോക്കാം. ഡ്രോപ്പ് സ്പ്രിംഗ് ബോ പെൻസിൽ ആൻഡ് പെൻ ആർ ഡിസൈൻഡ് ഫോർ ഡ്രോയിങ് മൾട്ടിപ്പിൾ ഐഡന്റിക്കൽ സ്മോൾ സർക്കിൾസ്. എന്തിനാണ്? ഇവിടെ നമുക്ക് എന്താണ് പെന്നും പെൻസിലും ഉള്ള ബോ കോമ്പസുകളുണ്ട്. മൾട്ടിപ്പിൾ ഐഡന്റിക്കൽ സ്മോൾ സർക്കിൾസ് ആണ്, ഒരേപോലെയുള്ള ചെറിയ സർക്കിൾസ് മൾട്ടിപ്പിൾ നമ്പേഴ്സ് വരയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ സ്പ്രിംഗ് ബോ കോമ്പസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റിവറ്റ് ഹോൾസ്, ദെൻ ഡ്രിൽഡ് ഓർ റീംഡ് ഹോൾസ്. റിവറ്റിൻ്റെ ഹോളുകളോ അതുപോലെ തന്നെ നമുക്ക് ഡ്രില്ല് ചെയ്യാനും റീം ചെയ്യാനും ഒക്കെ ഉള്ള ഹോളുകളൊക്കെ വരയ്ക്കാനായിട്ട് നമുക്ക് ഈ ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ് യൂസ് ചെയ്യാം. Then the central pin is made to move freely up and down through the tube attachment to the pencil or pen unit. എന്താണ് ഇതിൻ്റെ ഇതിൽ ഈ നീഡിൽ പോയിന്റ് എന്താണ്? ഈ ട്യൂബിനുള്ളിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഹോൾഡിംഗ് ദ നൾഡ് എഡ്ജ് ഓഫ് ദി ട്യൂബ് ബിറ്റ്വീൻ ദ തമ്പ് ആൻഡ് മിഡിൽ ഫിംഗർ. ഇതിൻ്റെ ഇതൊരു നൾഡ് എഡ്ജാണ്. സോ ഒരു നർലിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രോപ്പർ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി. അത് നമ്മുടെ എന്തിനാണ്? തമ്പിലും അതുപോലെ തന്നെ ഇൻഡെക്സ് ഫിംഗറിനും ഇടയ്ക്ക് മിഡിൽ ഫിംഗറിനും ഇടയ്ക്ക് ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ടോപ്പിൽ നമ്മൾ ഇൻഡെക്സ് ഫിംഗർ വെച്ച് പ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ഡ്രോയിങ്സ് വരയ്ക്കുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഹോൾഡിംഗ് ദ നൾഡ് ഹെഡ് ഓഫ് ദ ട്യൂബ് ബിറ്റ്വീൻ ദ തമ്പ് ആൻഡ് മിഡിൽ ഫിംഗർ. തമ്പിൻ്റെയും മിഡിൽ ഫിംഗറിൻ്റെയും ഇടയിലായിട്ട് എന്താണ്? ആ നൾഡ് ഹെഡിനെ ഹോൾഡ് ചെയ്യുന്നു. ആൻഡ് ദ മിഡിൽ ഫിംഗർ വൈൽ
and between the thumb and the middle finger, while the index finger is placed at the top of the pin. പിന്നിൻ്റെ ടോപ്പിൽ നമ്മൾ ഇൻഡെക്സ് ഫിംഗറും ഫിക്സ് ചെയ്യുന്നു. ദ പിൻ പോയിന്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി സെൻറ്റർ പോയിന്റ് ഓഫ് ദ സർക്കിൾ ടു ബി ഡ്രോൺ. നമ്മൾ വരയ്ക്കാനുള്ള സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റിലോട്ട് ആ പിൻ പോയിന്റിനെ പ്ലേസ് ചെയ്യുകയും ദെൻ എന്താണ് പെന്നിനെ ലോവർ ചെയ്ത് അണ്ടിൽ ഇറ്റ് ടച്ചസ് ദ പേപ്പർ. എന്താണ് രണ്ടും ഒരേ ലെവലാക്കണം. നമ്മൾ വരയ്ക്കാനുള്ള സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട് ആ പിൻ പോയിന്റ് ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ആ പെൻ അല്ലെങ്കിൽ പെൻസിലിനെ എന്താണ് ആ പേപ്പറിൽ ടച്ച് ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻസ്ട്രുമെന്റ് ഈസ് ടേൺഡ് ക്ലോക്ക് വൈസ് ആൻഡ് ദ സർക്കിൾ ഈസ് ഡ്രോൺ. ഇൻസ്ട്രുമെന്റിനെ നമ്മൾ ക്ലോക്ക് വൈസ് ടേൺ ചെയ്തുകൊണ്ട് സർക്കിൾ വരയ്ക്കാം. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രോ വെരി സ്മോൾ ഡയമീറ്റർ സർക്കിൾസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആ സ്മോൾ റിവറ്റ് ഹോൾ അതുപോലെ തന്നെ ഡ്രില്ല് ചെയ്യാനുള്ള ചെറിയ ഹോളുകളൊക്കെ വരയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡിവൈഡർ. സോ ഡിവൈഡർ എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? നമുക്ക് ഡയമെൻഷൻസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. സോ ടു ട്രാൻസ്ഫർ ദ ട്രൂ ഡയമെൻഷൻസ് ഫ്രം വൺ പാർട്ട് ഓഫ് എ ഡ്രോയിങ് ടു അനദർ പാർട്ട്. ഡ്രോയിങ്ങിൻ്റെ ഒരു പാർട്ടിൽ നിന്ന് എന്താണ് ട്രൂ ഡയമെൻഷൻസ് മറ്റൊരു പാർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡിവൈഡർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു ലൈനിൽ അല്ലെങ്കിൽ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു, അതിൻ്റെ ഒരു റേഡിയസ് ഉണ്ട്. സോ ഈ റേഡിയസ് എനിക്ക് ഒരു ഡിവൈഡർ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഇതിനെ എടുത്ത് വേറൊരു പോയിന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ ട്രൂ ഡയമെൻഷൻസ് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡിവൈഡർ യൂസ് ചെയ്യുന്നത്. ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിവൈഡിങ് എ ലൈൻ ഇൻ ടു ഈക്വൽ പാർട്സ്. ഒരു ലൈനിനെ ഈക്വൽ പാർട്ടുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. നമ്മളൊരു ലൈൻ വരച്ച ലൈനിനെ തന്നെ എന്താണ് നമ്മളതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഒരു തവണ മെഷർമെൻറ്റ് എടുത്താൽ എന്താണ് അതിനെ ഈക്വൽ മെഷർമെൻറ്റുകളായിട്ട് നമുക്കൊരു ഡിവൈഡർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡിവൈഡർ വിത്ത് അഡ്ജസ്റ്റബിൾ ജോയിൻസ് ഈസ് പ്രിഫറബിൾ റാദർ ദാൻ പ്ലെയിൻ ലെഗ്സ്. സോ ഇതിൽ കാണുന്ന പോലെ എന്താണ് ഒരു സ്പ്രിങ് ഉപയോഗിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈഡേഴ്സ് ആണ് ഡ്രോയിങ്ങിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് പ്രിഫറബിൾ എന്ന് പറയുന്നത്. ദെൻ ലാർജ് സൈസ് ഡിവൈഡേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഡയമെൻഷൻസ് മോർ ദാൻ 25 mm. 25 mm കൂടുതലുള്ള ഡയമെൻഷൻസിന് നമ്മൾ ലാർജ് സൈസ് ഡിവൈഡേഴ്സ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഷോർട്ട് ഡിസ്റ്റൻസിനാണെങ്കിൽ സ്മോൾ ബോ ഡിവൈഡേഴ്സ് യൂസ് ചെയ്യും. 25 mm കുറവുള്ള ഷോർട്ട് ഡിസ്റ്റൻസുകൾക്കാണെങ്കിൽ എന്താണ് സ്മോൾ ബോ ഡിവൈഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഡിവൈഡേഴ്സിൻ്റെ കേസിൽ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ട്രൂ ഡയമെൻഷൻസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് ഡിവൈഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ട്രൂ ഡയമെൻഷൻസിനെ ഡ്രോയിങ്ങിൻ്റെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ, അതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈനെ നമുക്ക് ഡിഫറെൻറ്റ് ഈക്വൽ പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ടും ഡിവൈഡേഴ്സ് യൂസ് ചെയ്യാം. സോ ഇത് ആണ് എന്താണ് കോമ്പസ്, ഡിവൈഡർ അതുപോലുള്ള ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. ബാക്കി ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.